പ്രേക്ഷകരെ, എൻ്റെ മക്കളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി അതിന്റെ അളവില്ലാത്ത സ്നേഹം, ഈ സ്നേഹത്തിന്റെ പേരിലാണ് ഇവരെ പുറത്തു വിടാതെ ഞാൻ എൻ്റെ കസ്റ്റഡിയിൽ ഇത്രയും തിങ്ങി പാർക്കുന്ന എല്ലാ ചാനലിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുമാത്രം പ്രാണികൾ ഈ കസ്റ്റഡിയിൽ ഇവിടെ എൻ്റെ വീട്ടിൽ വളരുന്നു. വളരെ കഷ്ടമാണ് അവരെ വളർത്തുന്നതിന്. അവരുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്. ഞാൻ മീന്, മുട്ട, ഇറച്ചി, പാല് ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. അവരുടെ ശരീരങ്ങൾ ഉണ്ടാക്കിയ തോൾ ബാഗ്, കഴിച്ചെടുപ്പ് ഇവയൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം അത്രമാത്രം സ്നേഹമാണ് ഇവർക്കുള്ളത്. ഇവരുടെ ശരീരം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും എനിക്ക് വേണ്ട. അവരുടെ സ്നേഹം അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം. എല്ലാവരും നിങ്ങളും അതുപോലെ ഒരു പ്രാണികളെയും കൊല്ലാതെയും അവരുടെ മാംസം ഭക്ഷിക്കാതെയും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ, ലഘുവായ ഭക്ഷണം, ലളിതമായ ചിന്താഗതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളില്ലാതെ ഇവരെ സ്നേഹിക്കാനും മനുഷ്യരെ തമ്മിൽ നമുക്ക് സ്നേഹിക്കാനും സഹായിക്കാനും ആർക്കും മുറിവേൽക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ഹൃദയത്തിന് ആഴമേറിയ വേദനകൾ ഉണ്ടാക്കാതെ നല്ല കാര്യങ്ങൾ സംസാരിക്കാനൊക്കെയും നല്ല ചിന്താഗതി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ പ്രാണികളെ സ്നേഹിക്കുകയും ഒരു പ്രാണി ശരീരങ്ങൾ ഭക്ഷിക്കാതെയൊക്കെ ഇരിക്കണം. ഇത് ഞാൻ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ നിങ്ങളടുത്ത് ഞാൻ നിർബന്ധം ഒരു അധികാരം പോലെ പറയുന്നതല്ല. ഞാൻ എൻ്റെ മനസ്സിനെ പറ്റി ഞാൻ ഇന്നുവരെ ജീവിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഇതുകൊണ്ട് എല്ലാ മനുഷ്യനോടും എനിക്ക് സ്നേഹത്തിൽ പെരുമാറണമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാനിവിടെ താമസമായിട്ട് ഇത്രയും വർഷം ഒരു മനുഷ്യരും ഞാനുമായിട്ട് ഒരു പിണക്കമോ ഒന്നുമില്ല. കാരണം എല്ലാവരും സ്നേഹത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹമാണ് എനിക്ക്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രാണികളെ സ്നേഹിക്കാനും അവരെ രക്ഷിക്കാനൊക്കെ നമുക്ക് നല്ലൊരു മനസ്സ് വരും. റോഡിലൊരു പട്ടിയുടെ അവസ്ഥ കണ്ട, എന്നാൽ പട്ടിയും പൂച്ചയും മാത്രമല്ല, ഞാൻ എൻ്റെ വേദന കൊണ്ട് നിങ്ങളോട് പറയുന്നതാണ്. നമ്മുടെ മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി എന്തുമാത്രം പ്രാണികളെയാണ് ഒരു ദിവസം ഈ അറുത്തൊക്കെ മനുഷ്യർ ഭക്ഷിക്കണം. അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, നിങ്ങളുടെ അടുത്ത് അങ്ങനെ കമ്പൾസറി നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല. മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി ആരെല്ലാം സ്നേഹിച്ച് എന്തെല്ലാം സ്നേഹമുള്ള പശു, ആട്, കോഴി, കാള, പോത്ത് ഇതെല്ലാം എന്ത് സ്നേഹമാണ് മനുഷ്യനോട്. അതൊന്നും നമ്മൾ ചിന്തിക്കാതെയാണ് അവയൊക്കെ കൊല്ലുന്നത്. നമ്മൾ അവരെ എന്തുമാത്രം ഉപദ്രവിച്ചാണ് കൊല്ലുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു അഭിപ്രായം കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അപേക്ഷിക്കുകയാണ്. കാട്ടിൽ കിടക്കുന്ന ആനയെ നോക്കുക. ആനയ്ക്ക് പഴയതുപോലെ പഴവർഗ്ഗങ്ങളോ തിളിരുകളോ പുല്ലുകളോ ഒന്നും ധാരാളം തിന്നാനില്ല. എല്ലാം മനുഷ്യൻ കൈയടക്കി വെട്ടിപ്പിടിച്ച് കൃഷികൾ ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട്. എങ്കിലും ആനയെ നോക്കുക, ആന മാംസം ഒന്നും കഴിക്കുന്നതല്ല, മത്സ്യം കഴിക്കുന്നില്ല, പാല് കഴിക്കുന്നില്ല. എന്നിട്ട് ആന ഇത്രയും വലിപ്പമുള്ള ഒരു ആന ജീവിക്കുന്നത്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുകയും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല. ഞാൻ എൻ്റെ അഭിപ്രായം, ഞാൻ ഇന്ന് വരെ ജീവിക്കുന്ന ചിന്താബോധത്തോടെ ജീവിക്കുന്നു. ആനയെ കണ്ടുപഠിക്കണം. ആനയ്ക്ക് മരുന്നില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതിൽ 90% പൈസയും നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കളയുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മുടെ ശരീരത്തിന് കേടുവരുത്തുന്നത്. അപ്പം നമ്മൾ നല്ല ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രം കഴിച്ച് ശീലിച്ച് നോക്കണം എന്ന് ഞാൻ അങ്ങ് പറയുകയാണ്. എൻ്റെ പൊന്നാര മക്കളുടെ സ്നേഹം എനിക്ക് എനിക്ക് എല്ലാ പക്ഷി മൃഗാദികളോടും സ്നേഹമാണ്. ഒന്നിനെ ആരും കൊല്ലല്ലേ. നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി നിത്യം നമ്മളിങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൂട്ടുന്നതാണ്. ആവശ്യത്തിന് മാത്രം കുറച്ച് പ്രാണികൾ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും വൃക്ഷലതാദികളും അരുവിയും പുഴയും ഇവയെല്ലാം പ്രകൃതിയിലെല്ലാം ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഭൂമി എന്ന് പറയുന്നത്. അതാണ് സ്വർഗം. ഭൂമിയിൽ അത് സ്വർഗമാണ്. നമ്മുടെ നല്ല ചിന്ത, നമ്മുടെ നല്ല മനസ്സ്, അത് നമ്മൾ അശുദ്ധമാക്കുന്നതാണ് ഈ വേണ്ടാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ച് നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കി ഈ മനുഷ്യൻ ക്രിമിനലായി. ഇപ്പോൾ കൊല്ലും കൊലയും എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും എന്ത് കേട്ടാലും നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും അറുത്ത് കൊല്ലുന്നതും കുത്തിക്കൊല്ലും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ നമ്മൾ വേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ മൈൻഡിനെ വേർതിരിച്ച് കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ഞാൻ പറയുന്നത് എൻ്റെ ഈ പൊന്നു മക്കളുടെ സ്നേഹം. എനിക്ക് മരണം വരെ എൻ്റെ മക്കൾ എൻ്റെ കസ്റ്റഡിയിൽ കിടക്കണം. അവരെ പിന്നെ ഒരാൾ ദേഷ്യപ്പെട്ട് കണ്ണ് കറുപ്പിച്ച് നോക്കാൻ പോലും ഞാൻ അനുവദിക്കത്തില്ല. നിങ്ങളെല്ലാവരും വളർത്തുന്നത് അങ്ങനെ ആയിരിക്കണം. വന്ധ്യംകരിച്ച് പട്ടിയെ പിടിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ട് 3-ാമത്തെ ദിവസം വിടുന്നു. അതിനെപ്പറ്റി ആരും ചിന്തിക്കാഞ്ഞിട്ടാണ് കേൾക്കുന്നവരും പറയുന്നവരും വന്ധ്യംകരിച്ച് വിടും, വന്ധ്യംകരിച്ച് റോട്ടിൽ വിട്ടതുകൊണ്ട് ആ പട്ടിക്ക് ഒരിക്കലും സുരക്ഷിതമല്ല, മനുഷ്യനും സുരക്ഷിതമല്ല. അത് വിശന്നും ദാഹിച്ചും അലഞ്ഞ് മനുഷ്യനെ നോക്കുമ്പോൾ അവർ കല്ലെടുത്ത് എറിയുന്നു, അടിക്കുന്നു, പേപ്പട്ടി എന്ന് പറഞ്ഞ് പിടിച്ചു കൊല്ലുന്നു. അങ്ങനെയുള്ള പാവപ്രവൃത്തികളെല്ലാം കളഞ്ഞ് ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒരു പൊതു ഷെൽട്ടർ പോലെ അവരവരുടെ വീടുകളിൽ ഉള്ള ജീവി അവരവരുടെ കസ്റ്റഡിയിൽ തന്നെ വളർത്തുക.
അതിനെ റോഡിൽ ഉപേക്ഷിക്കാതെ പിന്നെ നിർബന്ധമായും പൊതു ഷെൽട്ടർ ഉണ്ടെങ്കിൽ ഈ തെരുവിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സർക്കാർ ആരും ഫണ്ടോ ഒന്നും തന്നല്ല ഞാൻ ഇവരെ വളർത്തുന്നത്. തുച്ഛമായ പെൻഷൻ കൊണ്ട് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറയുന്നു. എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഈ ഷെൽട്ടർ കെട്ടാനായിട്ട് എനിക്ക് സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം കുറേ ഇപ്പം തന്നെ 300-ൽ കൂടുതൽ ജീവികൾ എൻ്റെ കസ്റ്റഡിയിലുള്ള വിവരങ്ങൾ നിങ്ങൾ ചാനലിൽ കൂടെ പലരും കണ്ടിട്ടും കേട്ടിട്ടും പല ചാനലുകാർ വന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പൊന്നാര മക്കളെ, യാതൊരു കാരണവശാലും നിങ്ങൾ റോഡിൽ ഉപേക്ഷിക്കല്ലേ. അവരുടെ സ്നേഹം നിങ്ങളൊന്ന് നോക്കണം. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല നമ്മളൊരു പ്രാണിയെ സംരക്ഷിക്കുന്നത്. എത്ര വർഷം കൊണ്ട് ഞാൻ ഇവരെ വളർത്തുന്നു. എനിക്ക് ഇതുവരേക്കും മടുപ്പ് തോന്നിയിട്ടില്ല, വെറുപ്പ് തോന്നിയിട്ടില്ല. ഇപ്പോഴും വാദിച്ചും വണ്ടി ഇടിച്ചും വളരെ കഷ്ടതയിലുള്ളതിനെ കൊണ്ടുവന്ന് ഞാൻ ഇവരെ സംരക്ഷിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ദയവായി നിങ്ങൾ, ഞാൻ ഇനി പറയണത് നിർബന്ധം അധികാര പോസ്റ്റിൽ പറയുന്നതല്ല. നമ്മളെ നല്ല മനസ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ അവരെയും സ്നേഹിച്ച് വളർത്തണം. പശു ആടെല്ലാം നമ്മൾ വിൽക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അത് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും രോഗഗ്രസ്തരായി മാറിപ്പോകുന്നത്. നമുക്ക് അത് വിൽക്കുമ്പം കുറച്ച് രൂപ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വിശപ്പിന് ഭക്ഷണത്തിൻ്റെയോടൊപ്പം രുചിയായ ഭക്ഷണമായിട്ട് അവരുടെ ശരീരത്തെ ഭക്ഷിക്കുന്നു. അതിൻ്റെ പിന്നിൽ നമുക്ക് വരുന്ന വേദനകൾ എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ ഈ പ്രാണികളെ സ്നേഹിക്കണം. ഒന്നിനെയും കൊല്ലരുതേ. എല്ലാ പ്രാണിക്കും ജീവിക്കാൻ അവകാശമുണ്ട്. വളർത്തുന്ന എല്ലാവരും പട്ടിയെ റോട്ടിൽ വിടാതെ കസ്റ്റഡിയിൽ വളർത്തണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്.